നമ്മളിന്ന് നമ്മുടെ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇന്ന് നമ്മൾ സ്കൂളിൽ പോയി നല്ല വാവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിന്. ഗൈസിൻ്റെ ക്ലാസ്സിനെ പറ്റി ഒന്നും പറയല്ലോ, അത്രക്ക് വാവ് ആയിനും. പിന്നെ ഇനിയിപ്പം നാളെ തൊട്ട് റെഗുലർ ക്ലാസ് തുടങ്ങാൻ പോകുകയാണ്. ഫുൾ സബ്ജക്റ്റ് എടുക്കും. എനിക്ക് ഓർത്ത് സഹിക്കാൻ പറ്റില്ല. ആലോചിച്ചിട്ട് എനിക്കിപ്പം തന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നാളത്തേക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. അപ്പം ഇതാണ് നമ്മളിന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ ക്യാമറയും ഞാൻ തന്നെ എടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നാളത്തെ ഇനിയിപ്പം വീണ്ടും തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഇങ്ക് പെൻ എടുത്തിട്ടുണ്ട്, ചെയ്യുന്നത് ഒരു ബ്ലൂ ഇങ്ക് പെന്നുണ്ട്, ഒരു പെൻസിൽ, ഒരു റേസർ, പിന്നെ രണ്ട് ഷാർപ്നർ ഉണ്ടല്ലേ. ഇല്ല, നമുക്ക് ഒരു ഷാർപ്നർ മതി. അടുക്കടുക്കണേ ഷാർപ്നർ, പിന്നെ ഇതാ ഒരു സ്കെയിൽ. ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് വേണ്ടി. ഇത് നമുക്ക് ഫസ്റ്റ് സിബിൽ ഈ സാധനങ്ങളൊക്കെ വെക്കാം, പെൻസിൽ സാധനങ്ങളൊക്കെ. പിന്നെ എനിക്ക് പൗച്ചൊക്കെ വാങ്ങിയിട്ട് വെറുതെ ഒരു പൈസ ചിലവ് അത്രയേ ഉള്ളൂ. എനിക്കൊണ്ട് ഒന്നും വാങ്ങിയില്ല. ഇപ്പം ഇത് രണ്ടാമത്തെ ഈ ഒരു സിബിൽ ഞാൻ ഇതാ നമ്മുടെ സ്വന്തം ഈ ഒരു ലഞ്ച് ബോക്സ് ഇട്ട വെക്കുക. ഇത് ഞാൻ തപ്പി പിടിച്ചെടുത്തതാണ് ഈ കുഞ്ഞു പാത്രം വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മുടെ ബാഗ് ഭയങ്കര ഭാഗമായിട്ട് നിൽക്കണം, അതിന് വേണ്ടിയിട്ട് ഗൈസ്. അപ്പം ഇതാണ് ഞാൻ ഈ സിബിലേക്ക്. നാളെ ഫുഡൊക്കെ വെച്ചിട്ട് ഞാനിതിൽ വെക്കും. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൻ വേണ്ടി ഇതിൽ വെക്കുകയാണ് ഗൈസ്. പിന്നെ അതിനുശേഷം നമുക്ക് ബുക്കാണ് വേണ്ടത്. ഞാൻ എന്താ ഒരു 6 കോളേജ് നോട്ടാണ് വാങ്ങിയത്. ഒക്കെ വരല്ലാത്തട്ടോ വാങ്ങി. ഇതിലിപ്പോൾ നമ്മൾ ഇന്ന് ജേർണലിസം തുടങ്ങിയിട്ടോ ക്ലാസ്. ഇന്ന് ഫസ്റ്റ് ഡേ അതിനൊന്ന് ക്ലാസ് മീൻസ് ഞാൻ ക്ലാസ് നടക്കില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ വെറുതെ നോട്ടൊക്കെ എടുത്ത് വെച്ചും കൊണ്ട് ഭാഗ്യം. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം മാറ്റിയിട്ടാണ്. ഫസ്റ്റ് പേജ് വൃത്തിയായിക്കോട്ടെ വിചാരിച്ച് വരച്ച് എഴുതിയതായിരുന്നു. പക്ഷേ അത്ര വൃത്തി എനിക്ക് തോന്നുന്നില്ല. ഈ ഹെഡിങ്ങിൻ്റെ അനിയത്തി തന്ന കേട്ടോ. ഞാൻ പിന്നെ എന്ത് എഴുതിയാലും ഫസ്റ്റത്തെ പേജ് നമഹാണ്, എല്ലാം ഞാൻ കൂറും. അപ്പം നമുക്ക് ഈ ഒരു സിബിലേക്ക് തുറക്കട്ടെ. ഈ ഒരു സിബിലേക്ക് നമുക്ക് നമ്മുടെ ജേർണലിസ്റ്റിൻ്റെ ബുക്കൊക്കെ കേട്ടോ നോട്ട് വെക്കുക. പിന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഗൈസ്. കയറുന്നില്ല ഓക്കെ, കയറി ഗൈസ്. ഇനിയിപ്പം ഇത് കുറേ ബുക്കുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പം നമുക്ക് ഒരു ബുക്കും കൂടി ഇല്ല വെക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാലോ വേണേ റഫും വെക്കാം. പിന്നെ ടെക്സ്റ്റ് ബുക്കൊന്നും ഞാൻ വാങ്ങിയില്ല. കോഴിക്കോട് പോയിട്ട് വേണം വാങ്ങാൻ. അതിപ്പോൾ ശനിയോ ഞായറോ ആയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം ഞാനിതൊന്ന് എൻ്റെ തോളിലൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാകും ഗൈസ്. ഞാൻ 2 കൈയും ഇടും. അപ്പം ഓക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇത് കുറച്ച് ഇങ്ങോട്ടായി നിൽക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ വെയിറ്റ് ഉണ്ടായിട്ടായിരിക്കും. ബാക്കി ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഓക്കെ നിൽക്കുന്നുണ്ട്. ബാക്കി കൂടി വന്ന് എന്താണെന്നോ അറിയൂല ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇപ്പം നാളെ സെക്കൻഡ് ഡേ ആണ് ഗൈസ്. അപ്പം നാളെ റെഗുലർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ്ലി തുടങ്ങും. ഓരോ സബ്ജക്റ്റ് 1 മണിക്കൂർ വെച്ച് ഗൈസ്. ഇപ്രാവശ്യങ്ങളിൽ നമുക്ക് നന്നാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നാവും. ഞാൻ നല്ലോണം പഠിക്കും ഇപ്രാവശ്യം തൊട്ട്. കാരണം എനിക്ക് ആരുമില്ല ഗൈസിൻ്റെ ക്ലാസ്സിൽ. എനിക്ക് ആകെ 2 ആളേ ഉള്ളൂ കമ്പനിക്ക്. പിന്നെ ഇൻ്റർവെല്ലായ പ്രശ്നമല്ല, ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി സംസാരിക്കാമൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും എൻ്റെ ക്ലാസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. സോ സാഡ്. നമ്മൾ വിചാരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് വാങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും പോകാനൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം പോകുന്ന സ്കൂളിലേക്ക് വലിയ ലൈക്കണേറ്റ് പോകുന്നല്ല. പക്ഷെ എൻ്റെ ഡാഡിൻ്റെ നിർബന്ധം കൊണ്ട് പോകുകയാണ്. വേറെ വഴിയില്ലാതെ പോകാണ്ട് ഇനിയിപ്പോൾ. എന്തായാലും ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിക്കണ്. എന്നാലും എനിക്കൊരുമാതിരി എന്തോ പോലെ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ.